സംസ്ഥാന സ്കൂൾ കലോത്സവം അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ കണ്ണൂരിന്റെ ആധിപത്യം. സ്വർണ്ണക്കപ്പിനായുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കോഴിക്കോടും തൃശൂരും തൊട്ടുപിന്നിൽ. ഇന്ന് ഭരതനാട്യവും സംഘനൃത്തവും അരങ്ങിൽ. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്താണ് കലാനഗരിയിൽ നിന്ന് ചേരുന്നത്. സുർജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളെയൊക്കെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള പല പെർഫോമൻസുകളും കണ്ടു. അപ്പോൾ ആ സ്വർണ്ണക്കപ്പിനായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം ഒരു ഫോട്ടോ ഫിനിഷ് ആകുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒപ്പം തന്നെ ഈ സ്റ്റാർ ഐറ്റങ്ങളായ ഭരതനാട്യവും സംഘനൃത്തവും ഒരുപാട് സസ്പെൻസുകളൊക്കെ ഒളിപ്പിച്ചു വെച്ചതാണല്ലേ ഈ സംഘനൃത്ത വേദിയൊക്കെ. അപ്പൊ ഇന്നത്തെ വിവരങ്ങൾ പറയുന്നു, എന്തൊക്കെ സംഭവിക്കുവാണ്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഞാൻ നിൽക്കുന്നത് ഒന്നാം വേദിയിലാണ്. ഒന്നാം വേദി പാറമേക്കാവ് ക്ഷേത്രത്തിന്റെയും ഒപ്പം തന്നെ വടക്കുനാഥ ക്ഷേത്രത്തിന്റെയും ഇടയിലാണ് ഈ ഒരു വേദിയുള്ളത്, തേക്കിൻകാട് മൈതാനിയിൽ. എന്തായാലും വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഈ കലോത്സവത്തിന്റെ സംഘാടനം സംഘടിപ്പിക്കാൻ വേണ്ടി സംഘാടകർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ജനപ്രിയ ഇനങ്ങൾ കൂടി ഇന്ന് ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വേദികളിലെല്ലാം തന്നെ നിറഞ്ഞു കവിയുന്ന ഒരു സ്ഥിതിയാണ് പൊതുവെ കാണാൻ കഴിയുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. ഒരുപക്ഷെ ഇന്ന് അട്ടിമറികൾ ഉണ്ടാകാനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ നിലവിൽ കണ്ണൂരിനാണ് അതിൻ്റെ ഒരു ആധിപത്യം. 739 പോയിന്റുകൾ കണ്ണൂരിനുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ട് പിറകിലാണ് കോഴിക്കോട് ജില്ല ഉള്ളത്. കോഴിക്കോട് 728 പോയിന്റാണ് കോഴിക്കോടിനുള്ളത്. അതിന് പിറകിലായി തൃശ്ശൂരും പാലക്കാടും ഉണ്ട്. 726 പോയിന്റ്. 1 പോയിന്റ് വ്യത്യാസമാണ് കോഴിക്കോടുമായി ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സജീവവും ശക്തവുമായ മത്സരം ഇന്നുണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പാലക്കാട് ആലത്തിയൂർ BSS ഗുരുകുലമാണ് സ്കൂൾ ഇനത്തിൽ ഒന്നാമത് ആയിട്ടുള്ളത്. പത്തനംതിട്ട കിടങ്ങന്നൂർ SVGVHS 137 പോയിന്റുമായി രണ്ടാമതും. കണ്ണൂർ സെന്റ് തെരേസ സ്കൂൾ 83 പോയിന്റുമായി മൂന്നാമതും നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇന്ന് ഹൈസ്കൂൾ വിഭാഗം ഭരതനാട്യവും ഉച്ചയ്ക്ക് ശേഷം സംഘനൃത്തവും ഈ ഒന്നാം വേദിയിൽ അരങ്ങേറുന്നുണ്ട്. മറ്റു വേദികളിലായി മലയാള നാടകം ഹയർ സെക്കൻഡറി വിഭാഗം. കഴിഞ്ഞ ഹൈസ്കൂൾ വിഭാഗം തന്നെ വലിയ രീതിയിൽ ശ്രദ്ധ ഉണ്ടാകുന്ന വിധത്തിലാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ പല മത്സരാർത്ഥികളും രാവിലെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവർ വയനാട്ടിൽ നിന്നുള്ള സംഘമാണ്. മോളെ ഏതായിട്ടത്തിനാണ് മത്സരിക്കുന്നത്? ഞാൻ കേരള നടനത്തിന്. എപ്പോഴെത്തിയ ഇവിടെ? ഞങ്ങള് ഒരു രാവിലെ 5:30 ഇപ്പൊ അവിടുന്ന് പോന്നു. ഇവിടെ ഏകദേശം ഈ ടൈം ആയപ്പോ എത്തി. എപ്പോഴാണ് മത്സരം? മത്സരം 9:30-ക്കാണ്. വേദി 7 വെച്ചാണ് മത്സരം നടക്കുന്നത്. ഓ, സെറ്റാണ്. നേരത്തെ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈമാണ് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ജില്ലയിലൊക്കെ 2 വട്ടം വന്നിട്ടുണ്ട്. എല്ലാ ആശംസകളും. ഇങ്ങനെ പല മത്സരാർത്ഥികളും പല ഭാഗങ്ങളിൽ നിന്നുമായിട്ട് ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും നാളെ കലോത്സവം അവസാനിക്കും. ഇന്ന് ചിലപ്പോൾ ഒരുപക്ഷെ പോയിന്റ് നിലയിൽ മാറ്റമുണ്ടാകുമോ? വലിയ രീതിയിലുള്ള മാർജിനിലേക്ക് കണ്ണൂർ തന്നെയാണ് ഒന്നാമത് നിൽക്കുന്നത്. അതിന് മാറ്റമുണ്ടാകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ട് തന്നെ അറിയണം. ശക്തമായ മത്സരമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് നടക്കുന്ന മത്സരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള നാടകത്തിനാണ്. അത് ഹൈസ്കൂൾ നാടകം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സ്വാഭാവികമായും അത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലും പ്രതിഫലിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ക്രിസ്റ്റീന. ഓക്കെ സുർജിത്ത്, എന്തായാലും അതിശക്തമായി റിപ്പോർട്ടിംഗ് തുടരുക ടീമിനൊപ്പം. സുർജിത്ത് അയ്യപ്പത്താണ് കലാനഗരിയിൽ നിന്ന് വിശേഷങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.